എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഞാൻ പ്രധാനമായി നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും അണികൾ ഈ വീഡിയോ അദ്ദേഹത്തിൽ എത്തിച്ചാലും. ഇന്നത്തെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ളൊരു അവലോകനവും അതിൽ എൻ്റെ മനസ്സ് ഉദിച്ച ചില ആശയങ്ങളും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയായി പങ്കുവയ്ക്കുകയാണ്. ആദ്യമായി ചെയ്യാനുള്ള ഒരു പ്രധാന കാര്യം മയക്കുമരുന്ന് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതിൻ്റെ ഓരോ കാര്യങ്ങളുടെയും പ്രധാന ഘടകം. ഇത് വളരെ ഈസിയായി ഇതിൻ്റെ ഉപയോഗവും ഇതിൻ്റെ വിപണനവും നടക്കുന്നത് ഇന്ന് കേരളത്തിലാണ്. മറ്റൊരു സ്റ്റേറ്റിലും ഇത്ര സുലഭമായി ഇത് കിട്ടാറില്ല. ഇത് ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത് വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ്. അച്ഛനെയും അമ്മയെയും കൊല ചെയ്യപ്പെടുന്നു, പലരെയും ഉപദ്രവിക്കുന്നു, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, കുട്ടികളെ ഉപദ്രവിക്കുന്നു, വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുന്നു, കത്തിക്കുത്ത് നടത്തുന്നു, അധ്യാപകരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. എന്തിനു? പോലീസുകാരെയും മർദ്ദിക്കാൻ വരെ തയ്യാറാകുന്നു. വളരെ മോശമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. അത് ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും അത് കൂടിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ തന്നെ വെഞ്ഞാറുമൂടിലും പലയിടത്തും നടന്ന സംഭവങ്ങൾ, ഈവൻ സിദ്ധാർത്ഥൻ മുതൽ ഇത് നടന്നെല്ലാം ഇതിൻ്റെ മയക്കുമരുന്നിൻ്റെ പ്രസൻസ് അതിലുണ്ട്. ഇതെല്ലാം കഴിച്ചാണ് ഇവർ ബോധമില്ലാതെ ഓരോന്നും ചെയ്യുന്നത്. ഈ കുട്ടികൾ ഇതിൽ ഏർപ്പെടുന്നവർ അവർ സമൂഹത്തിലുള്ള പ്രസക്ത വ്യക്തികളെയോ വീട്ടിലുള്ള മാതാപിതാക്കളെ വരെ ഇവർ അനുസരിക്കാറില്ല. ഇവർ പ്രധാനമായിട്ട് മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി മുന്തിയ ബൈക്കുകളെടുത്ത് രാത്രികാലങ്ങളിൽ എവിടെയെങ്കിലും സങ്കേതങ്ങളിൽ പോയിരുന്ന് മയക്കുമരുന്ന് കഴിച്ച് എന്തെങ്കിലും ആഭാസത്തരങ്ങളും കൊലയും നടത്തുക, ഇതവരുടെ സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഇതിന്നൊരു വിമുക്തി നേടണമെങ്കിൽ ഇത് ചുരുക്കം 10-15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ നമ്മുടെ കേരള പോലീസിന് സാധിക്കും. അവർക്ക് അതിനുള്ള തൻ്റെ ഇടമുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിയുണ്ട്. അവർക്ക് എല്ലാവിധ ഇവരെ ട്രേസ് ഔട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. എന്തിന്? ഇവർ ഇപ്പോൾ ഈ വിപണനം നടത്തുകയും ട്രാഫിക് ചെയ്യുന്നതും അവരുടെ എല്ലാ വിവരങ്ങളും പോലീസ് സേനയുടെ കയ്യിലുണ്ട്. എന്നാൽ അവർക്ക് അതിൽ എഗൻസ്റ്റായിട്ടൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അവരെ ഇന്നാക്ട് ചെയ്യാൻ വേണ്ടി പല ഈർക്കിലി സംഘടനകളും ഉണ്ട്. അത് പോലീസിന് ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അത് ഏതെങ്കിലും പാർട്ടിക്കാരനുമായിരിക്കും, രാഷ്ട്രീയക്കാരനായിരിക്കും. അവനെ സപ്പോർട്ട് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. ഇത് ഈ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലൊന്നും പെടുത്തിയില്ല. കാരണം ഈ മുഖ്യമന്ത്രിയെ വലയം ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ കാര്യം മാത്രം നോക്കണം. മറ്റെന്ത് പഴി വന്നാലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊള്ളും. കാര്യം അദ്ദേഹത്തിന് അതിനുള്ള ആർജവമുണ്ട്, അതിനുള്ള ടെക്നിക്ക് അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹം എല്ലാം അറിഞ്ഞുകൊണ്ട് ചെന്ന് എഴുതി കൊടുക്കുന്ന നോട്ടുകൾ വായിക്കുന്നു, പറയുന്നവർ കൂടി വിശ്വസിച്ച് അദ്ദേഹം ഓരോന്നും പ്രവർത്തിക്കുന്നു. ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ നേരിട്ട് ഇങ്ങനെ പ്രസംഗം കേട്ടിട്ടുള്ള ഊരിയ വാളിൻ്റെ മുന്നിൽ കൂടി നെഞ്ചും നിളിച്ച് നടന്നതായിട്ട് അദ്ദേഹം പറഞ്ഞ പ്രസംഗം ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇന്ന് ആ ആർജവം അങ്ങരുടെ അണികൾ മൂലം കുറച്ചൊക്കെ പോയിരിക്കുന്നു. എങ്കിലും ശേഷിക്കുന്ന ആർജവം വെച്ച് മുഖ്യമന്ത്രി വിചാരിച്ചാൽ 10 ദിവസം കൊണ്ട് കേരളം ക്ലിയറാക്കിയെടുക്കാം. അതിന് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയും ആ DGP മാത്രം വിചാരിച്ചാൽ മതി. ബിറ്റ്വീൻ ഒരു മനുഷ്യനെ ഇടപെടുത്തരുത്.
ഒരു രാഷ്ട്രീയക്കാരെ ഇടപെടുത്തരുത്. അത് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ കേരളം സുരക്ഷിതമായിരിക്കും, നിങ്ങൾക്ക് തുടർഭരണവും കിട്ടും. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യത്തിന് ഒരിക്കലും പ്രതിപക്ഷം നിങ്ങൾക്കെതിരായിട്ട് നിൽക്കില്ല. അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആരെങ്കിലും അവരെതിരായിട്ട് നിൽക്കും എന്ന് ആരെങ്കിലും നിങ്ങളെ പറഞ്ഞാൽ അത് നിങ്ങളെ തകർക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ ന്യായമായ കാര്യങ്ങൾക്ക്, നിങ്ങൾ ചെയ്യുന്ന ഏത് ന്യായീകരണത്തിനും ജനവും ഒപ്പമുണ്ടായിരിക്കും, പ്രതിപക്ഷവും ഒപ്പമുണ്ടായിരിക്കും. അതിനെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനായി പ്രധാനമായി ചെയ്യാനുള്ളത്, നമ്മൾ കോവിഡ് കാലങ്ങളിൽ എത്ര വിപുലമായ രീതിയിൽ എത്ര കൃത്യനിഷ്ഠതയോടെയാണ് നമ്മളത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പലയിടത്തും പല പിക്കറ്റിങ്ങും എല്ലാം ചെയ്ത്, അതുപോലെ ഇതിനെ നിർത്താൻ വെരി സിമ്പിളാണ്. ആദ്യമായി ചെയ്യേണ്ടത് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒരു ബയോമെട്രിക് സിസ്റ്റം ഉണ്ടാക്കി ഈ ഡ്രഗ്സ് കഴിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടാക്കുക. ആ ലിങ്ക് പോലീസ് സ്റ്റേഷനിലും കൺട്രോൾ റൂമിലും സ്ഥാപിക്കുക. ഇതിലൂടെ ഒരു വിദ്യാർത്ഥി അത് പാസ്സാണ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അവർക്ക് സ്റ്റേഷനിൽ നിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും, കൺട്രോൾ റൂമിൽ നിന്ന് മോണിറ്റർ ചെയ്യാം. ഒന്ന്. രണ്ടാമത്, രാത്രി 8 മണി കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളോട് ഒരു വാക്ക് പോലും പറയാതെ ഒളിച്ചു പോണ ചില പയ്യന്മാരുണ്ട്. വീട്ടുകാരെ വിരട്ടി നല്ല മുന്തിയ നേരം ബൈക്ക് എടുത്ത് അതിൽ കറങ്ങി നടന്ന് മയക്കുമരുന്ന് ചാനൽ കയറിൽ നിന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വേണ്ട കുട്ടീശ്വരം കാണിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇവരെ തഴയിടാൻ വെരി സിമ്പിൾ. 8 മണി കഴിഞ്ഞ് വീട്ടിൻ്റെ പുറത്ത് പോകുമ്പോൾ വീട്ടുകാർ പറഞ്ഞാൽ അവർ കേൾക്കില്ല. തന്തയും തെളിവുമാർ തല്ലാൻ ശ്രമിക്കും. രണ്ടാമത്, ഇവരുടെ ഈ പോരായ്മകൾ അഭിമാനത്തെ പറഞ്ഞ് ഈ തന്തയും തള്ളുമാർ പുറത്തോ ബന്ധുക്കളോടോ പറയാറുമില്ല. ഇതെല്ലാം ഇവർക്ക് കൂടുതൽ ഊർജം നൽകും. ഇവർ പുറത്തു പോകണമെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവർക്കൊരു ഗേറ്റ് പാസ്, ഒരു ഔട്ട് പാസ് പോകണം. ഇവരെവിടെ പോകണു, എന്തിനു പോകണു, ഇവർ പോണ റൂട്ട്, ഇവരോടൊപ്പം പോകണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽ, ഇവരാരെ കാണാൻ പോകുന്നു എന്നുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ റെക്കോർഡ് ചെയ്ത് ഈ വിവരങ്ങൾ ഹൈവേ പോലീസിനും കൺട്രോൾ റൂമിനും ഒപ്പം ഇവർ പോണ സ്റ്റേഷൻ്റെ അടുത്തുള്ള, ഇവർ പോണ ആ ഏരിയയിലെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് മെസ്സേജ് മാറുകയും ഇവർ പോണത് കറക്റ്റാണ്, ഇവർ പറഞ്ഞിതാണെന്നുള്ള ആ സ്റ്റേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇവർ അവിടെ എത്തിയില്ലെന്നും അറിയുകയും വേണം. തിരിച്ചു വരുന്ന റൂട്ടിനെ കുറിച്ച് ഇവർക്ക് ബോധ്യമുണ്ട്. അതും ഇതിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ മൂവ്മെൻറ്റ്സ് ഒരു പരിധിവരെ നിൽക്കും. ഓൾമോസ്റ്റ് ഇതെല്ലാം നിൽക്കും. പിന്നെ ഇവന് ഡ്രഗ്സ് വാങ്ങാൻ പറ്റില്ല. ഒപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു ബയോമെട്രിക് സിസ്റ്റം ഉണ്ടാക്കിയവന്മാർ വരുമ്പോൾ ഇവരെ ചെക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ളൊരു സംവിധാനം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പയ്യന്മാർക്ക് ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും. ഇറ്റ്സ് എ വെരി ഈസി ട്രാപ്പ് ചെയ്യാൻ പറ്റും. വളരെ ബുദ്ധിശാലിയും വളരെ കഴിവുള്ളവരാണ് നമ്മുടെ പോലീസ് സേന. നമ്മുടെ പോലീസ് സേനയുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ ആരും പറയേണ്ട. പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊന്നൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇതെല്ലാം അവിടെ ഇരുന്നുകൊണ്ട് ചെയ്താൽ മതി. 10 ദിവസത്തേക്ക് നിങ്ങൾ ഒരു ഫ്രീ ഹാൻഡ് DGPക്ക് കൊടുക്കുക. അവർ കാണിച്ചു തരും, അവർ പ്രൂവ് ചെയ്ത് തരും എങ്ങനെയാണ് കേരളം, എന്താണ് ലോ ആൻഡ് ഓർഡർ. ഇവിടെ എല്ലാം ക്ലിയർ ആകും. പക്ഷേ ഇതിൽ ഓരോ ചൂലുകളെയും അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഏർപ്പെടുത്താൻ പാടില്ല. പോലീസിന് ഫ്രീ ഹാൻഡ് കൊടുക്കുക. അതിൽ നാട്ടുകാരുണ്ടാകും, പ്രതിപക്ഷം എല്ലാവരും നിങ്ങളോട് ഒപ്പം ഉണ്ടാകും. ദ പീപ്പിൾ വിൽ അപ്രീഷിയേറ്റ് യു. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ പ്രായം ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. നിങ്ങൾ അതുപോലെ എടുക്കാതെ പ്രവർത്തനത്തിനിടയ്ക്കാണ്. പക്ഷേ പ്രവർത്തനം നിങ്ങളെ കൊണ്ടു നടക്കുന്നവർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനല്ലേ ശ്രമിക്കുക. നിങ്ങളെ വെച്ച് അവർ ഉപയോഗിക്കുന്നു, അവരതിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നു. ഞാൻ ഇപ്പോൾ കേട്ടിട്ടുള്ള കഥകളാണ്. ഒരു ഭാഗത്ത് വന്ന കണ്ണൂരിലും കൊണ്ടൊരു സാരി ഉടുത്തൊരു പിണറായും തിരുവനന്തപുരത്ത് വേറെ എല്ലാ തരികിടയും കാണിക്കുന്ന കുറേ ഈർക്കിലുകളുമാണ് മുഖ്യമന്ത്രിയെ വലയം ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഷെയിം ടു ഇത് കേൾക്കാൻ എനിക്ക് നാണക്കേടാണ്. ഞങ്ങൾക്ക് ഒരു സീനിയർ പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനൊക്കെ ഇത്തിരി പച്ചയ്ക്ക് പറയാൻ വലിയ പാടാണ്. പക്ഷേ എങ്കിലും പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ചെയ്ത കണക്കൊന്ന് നോക്കുക പ്ലീസ്. എല്ലാ കോളേജിലും അവിടെയെല്ലാം ഇതൊരു ഡിറ്റക്ടർ വയ്ക്കുക. ഇനി ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് കളിസ്ഥലങ്ങൾ. അവിടെയാണ് ഈ പിള്ളേർ ഒത്തുകൂടിയതിൻ്റെ ഏറ്റവും കേന്ദ്രങ്ങളായി മാറുന്നത്. കളിക്കുന്ന സ്ഥലങ്ങൾ, സ്കൂൾ ഗ്രൗണ്ടുകൾ, ഇവിടങ്ങളിൽ രാത്രി വൈകുന്നേരം സമയങ്ങളിലും ഹോളിഡേയിലും കളിക്കാൻ വരുമ്പോൾ ഇവരെ നിരീക്ഷിക്കാൻ ഒരു പോലീസ് പിക്കറ്റ് അവിടെ ഇട്ടേക്കുക. അപ്പോൾ ഇവന്മാർ അവിടെ സ്മോക്കിങ് അതൊന്നും സാധിക്കില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും ഇവരുടെ നല്ലതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ
ഈ നിയമങ്ങളൊക്കെ പാസ്സാക്കുമ്പോൾ കുറേ അലപലാദികൾ ഉണ്ടാകും. അത് ഒബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടി നീതിപീഠത്തിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കും, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇതിൽ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല മന്ത്രി, അത് മുഖ്യമന്ത്രി തൻ്റെ ഇടമായിട്ട്, കാരണം തങ്ങൾക്ക് തൻ്റെ ഇടമുള്ളതാണ്. ഊരിയ വാളിൻ്റെ മുന്നിൽ കൂടി നടന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആർക്ക് ഭയമെന്നുള്ള നിങ്ങളുടെ ശരീരത്തിൽ നല്ല അപ്രീഷിയേറ്റ്. അവർ തൻ്റെ ഇടം ഞാനും അംഗീകരിക്കുന്നു, വളരെ നല്ലൊരു കാര്യമാണ്. അതിവിടെ ഉപയോഗിക്കുക. അതുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഡൂക്കിലെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ നീതിപീഠവും ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യും. അവിടെ എന്ത് കേസ് ഈ പേരും പറഞ്ഞപ്പോൾ ഇതിന് എങ്ങനെയാണ് ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഞാൻ നശിപ്പിക്കുന്നു, ആരും നശിപ്പിക്കുന്നു? ആരും നശിപ്പിക്കില്ല. നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിൽ പോകാം. ഇത് നിങ്ങളുടെ സുരക്ഷിതവും കൂടിയാണ്. ഈ ഇങ്ങനെയുള്ള ഒരു എൻട്രി പാസ് ഒരു പാസുമായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ വീണ് കിടന്നാലും നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്താണെന്നുള്ള എല്ലാ വിവരവും നിങ്ങൾക്കതിൻ്റെ കോപ്പി ആ ബേക്കിൽ കാണും, അല്ലെങ്കിൽ വാഹനത്തിൽ കാണും. നിങ്ങളുടെ സുരക്ഷിതയും അത് വർദ്ധിക്കുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് ആരും ഒബ്ജക്ഷൻ ചെയ്യേണ്ട. പോലീസിനെ ഇവിടെ അനായാസം ഇത് ചെയ്യാമെന്നുള്ള കാര്യമുള്ളൂ. ഇവിടെ ഒരു ട്രാഫിക്കും വരിയില്ല, ഒരു ഡ്രഗ്സും ഏവൻ വന്നാൽ അവനെ പൊക്കാനുള്ള ഏറ്റവും വലിയ നൂതന മാർഗമാണിത്. ഒരു വണ്ടിയിൽ ഇതില്ലെങ്കിൽ ഈ പണ്ടാരങ്ങൾ വീട്ടിലെ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ബൈക്ക് എടുത്ത് ബാക്കിൽ ഏതെങ്കിലും പെണ്ണിനെ ഇരുത്തി ഇങ്ങനെ നാടുന്നില്ല. അതിന് എക്സ്ട്രാ സൈലൻസർ എല്ലാം വയ്ക്കണം. ഈ എക്സ്ട്രാ സൈലൻസറിൻ്റെ സൗണ്ട് വേണം. അവനെ വണ്ടി അപ്പം മാറ്റി നിർത്തിയാണ് സൈലൻസർ അപ്പം തന്നെ അവനെ കൊണ്ട് ഇളക്കി മാറ്റി ഇവനെ ഉരുട്ടി അങ്ങ് വിടുക, ടയറും പഞ്ചറാക്കി. ഇവൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ യു മേക്ക് ഇറ്റ് റൈറ്റ്. ഇതൊന്ന് ജനാധിപത്യമുള്ള രാജ്യമാണ്. ഇവിടെ എന്ത് തോന്നിയാസം കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിയത്. സ്വതന്ത്രമായി സമാധാനമായി വീട്ടിൽ ജീവിക്കാനുള്ള, നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള, നമ്മുടെ വിദ്യാഭ്യാസം നടത്താനുള്ള എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും ഉള്ളപ്പോൾ ആ സൗകര്യത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏത് ചെറ്റകളായിരുന്നാലും അവനെയൊക്കെ തുറങ്കിലടിക്കണം, അവനെ പുറത്ത് വിടരുത്. ഡ്രഗ്സ് ഒരു വാണിംഗ് കൊടുക്കുക, ഫസ്റ്റ് വാണിംഗ്. അതുപോലെ തന്നെ കടകളിൽ ഡ്രഗ്സ് വിൽക്കുന്ന ഈ ചമ്പ് കിമ്പൻ അവന്മാരാദ്യം പിടിക്കുക, ആദ്യം വാണിയില്ല, കട പൂട്ടിപ്പിക്കുക. അവരിൽ കൂടി സപ്ലൈ ചെയ്യുന്നവരെ അറിയാൻ പറ്റുക. അവൻ്റെ വാഹനം വിളിച്ച് നല്ല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഇന്ന് 1-ാം തീയതിയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി തീർച്ചയായും നിങ്ങളുടെ നോളജിലെത്തും. നിങ്ങൾക്ക് ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, അവരിതെല്ലാം തരും. അതുകൊണ്ട് നല്ല കഴിവുള്ള ഇൻ്റലിജൻസ് ഓഫീസേഴ്സിനോട് പറയാൻ ഇതിനെല്ലാം കൂട്ടായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് മുഖ്യമന്ത്രി DGPയെ വിളിക്കുക. ഒരു കറക്റ്റ് ആക്ഷൻ എടുത്താൽ ഇവിടെ ഒരു കൊലയും ഒന്നും കാണാതെ. ഈവനൊക്കെ ഡ്രഗ്സ് അടിച്ചിരുന്ന ആർക്കൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അവൻ ചാരായം കുടിച്ചു പോയി, അവൻ ബാറിൽ പോയി ഇത് കുടിച്ചിട്ടാണ് അവരുടെ സ്വന്തം തള്ളയെ തള്ളിക്കൊല്ലുക. ഒരു ഉമ്മമ്മയെ, ഒരു ഗ്രാൻഡ് മദറെ തള്ളിക്കളഞ്ഞു, ഒരു സഹോദരനെ കൊന്നു, അവനെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കൊന്നു. ഇവനൊക്കെ എങ്ങനെ? അതെ, ഇവനെ ഒന്നും വച്ചു പുഴപ്പിച്ചിട്ട് കാര്യമില്ല. ഒരു ചെന്താമര, അവന് ജാമ്യം എടുക്കുക ഏതോ ഒരുത്തൻ പോയെന്ന് കേട്ടു. എന്തൊരു ദുഃഖകരമായ വാക്കാണ് നോക്കി. ഇവൻ എന്തിനാ ജാമ്യം എടുക്കുന്നത്? ഇവൻ എവിടെ നിന്ന് പൈസ? ഇവൻ ആര് സപ്പോർട്ട് ചെയ്യുന്നു? ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട വക്കീലന്മാരോടും പറയാനുള്ള, നല്ല വക്കീലന്മാർ, നല്ല കഴിവുള്ള വക്കീലന്മാരുണ്ട്. എൻ്റെ അനുഭവത്തിൽ എൻ്റെ കേസുകൾ നടത്തിക്കുന്ന വക്കീലന്മാരുണ്ട്, മനസ്സാക്ഷിയുള്ളവരുണ്ട്. ഞാനൊരു കേസിന് വേണ്ടി യാത്ര ചെയ്തപ്പോൾ എൻ്റെ പേഴ്സിൽ എൻ്റെ ക്യാഷൊക്കെ നഷ്ടപ്പെട്ടു. എനിക്ക് വരാൻ വേണ്ടി എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടി. അവരെല്ലാം സഹായിക്കുന്ന നല്ല മനുഷ്യത്വമുള്ള ഒത്തിരി ഇതുണ്ട്. ഇതിൽ ചില അലവലാദികളുണ്ട്. ആ സമൂഹത്തെ, ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ചെയ്യാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്നേഹമുള്ള പ്രധാനമന്ത്രിയോട് അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് ഇതിനൊരു ആക്ഷൻ എടുക്കുക, ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക. എങ്ങനെ നിങ്ങൾ കോവിഡ് ആക്ഷൻ ചെയ്തോ അതുപോലെ. പിന്നെ ആരോഗ്യമന്ത്രിയോടും പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് ഘോരമൊക്കെ പ്രസംഗിക്കുന്നല്ലോ, ഒരു ഡിവൈസ് ഇതൊക്കെ ചെയ്യാനുള്ള ആളെ കണ്ടെത്തി കോളേജിലും സ്കൂളിലും ഇതൊക്കെ സ്ഥാപിക്കുക, പ്രധാനപ്പെട്ട സ്ഥലം സ്ഥാപിക്കുക, അതിൽ കൂടി ഒരു സെൻസർ വയ്ക്കുക, എല്ലാം ചെയ്യുക. ഇവിടെ കാണിക്കുന്ന കോലാഹലങ്ങൾ സഹിക്കാൻ വയ്യ. ഇവിടെ ഒരു വലിയൊരു ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ട് ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോലങ്ങൾ, ഈ പെൺപിള്ളേർ ഫ്രണ്ടിരിക്കുന്നതിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കലന്ന് എന്ത് രോഗികളെ ചരിഞ്ഞ് കിടന്നിരിക്കുകയാണ് വരുന്നത്. ഇവനെയൊക്കെ എന്തിനാണ് അവിടെ പിടിച്ച് കയറ്റുന്നത്? ഇവന് വേണ്ടിയുള്ളൊരു പാർക്കിങ്ങും മാളുകൾ ഉണ്ടാക്കി വെച്ചാൽ ഇതും മനുഷ്യന് ഒരു പബ്ലിക് ന്യൂസൻസാണ്. അതുകൊണ്ട് ഞാൻ മാള് പ്രൊമോട്ടറൊന്നും കുറ്റം പറയുന്നില്ല. അതിനെ മിസ്യൂസ് ചെയ്യുന്നവന്മാർ അവിടെ കയറ്റാതിരിക്കുക, അവിടെ എല്ലാം പിക്കറ്റ് ഇടുക, അവരെല്ലാം സ്ട്രിക്റ്റ് ആക്കുക, പോലീസിന് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുക. ഈ പോലീസ് വെച്ചാൽ 15 ദിവസം കൊണ്ട് കേരളത്തിന് നമ്പർ 1 ആക്കും. ആൻഡ് ഐ ഹോപ്പ് പ്രധാനമന്ത്രി ഈ നമ്മുടെ പിണറായി വിജയൻ അവരുകളെ നിങ്ങൾ ഇതിനു വേണ്ടി ആക്ഷൻ എടുക്കുക. പ്ലീസ് ഡോണ്ട് കിൽ ദ പീപ്പിൾ. നിങ്ങളിൽ മൂലം ഇനി ഇവിടെ ഒരു ഡ്രഗ്സ് അടിച്ചു കൊടുത്താൽ ചാകാൻ പാടില്ല. അതിന് പോലീസ് സേനയ്ക്ക് സാധിക്കും.
അവരെ ഫ്രീ ആക്കി വിടുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നല്ലൊരു വാർത്ത, ശുഭവാർത്തയുമായിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള സാഹചര്യം പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കി തരുന്നൊരു വിശ്വാസം ഞാൻ നിർത്തുന്നു. ഹാവ് എ നൈസ് ഡേ. കാണാം വീണ്ടും.